PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് മാസ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. അടുത്ത AI ഉച്ചകോടി ഇന്ത്യ വേദിയാകും. അടുത്ത AI ഉച്ചകോടിക്ക് ഇന്ത്യയാണ് വേദിയാകുന്നത്. ഈ വർഷം നടന്നത് പാരീസിലാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് 1,50,000 രൂപയുടേതാണ് പുരസ്കാരം. കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം. ഓക്കെ. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീറ്റ്സ്കെ. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിന്. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ UN. YR4 ആണ് ചിഹ്നഗ്രഹത്തിൻ്റെ പേര്, YR4. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ UN. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലയിൽ വരുന്നു. വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം എവിടെയാണ് നിലയിൽ വരുന്നത്? മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം വരുന്നത്. കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. ഫോർട്ട് വില്യം എന്നായിരുന്നു പേര്. വിജയ് ദുർഗ് എന്നാക്കി മാറ്റി കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പേര്. ഫോർട്ട് വില്യമിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി മാറ്റി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത PSC എക്സാമിന് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയറിൻ്റെ ആണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം എന്താണ്? ഓവർസീസ് മൊബിലിറ്റി. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, IPCA. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. 38ാമത്തെ ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി കേരളത്തിന് 14ാം സ്ഥാനം. ഉത്തരാഖണ്ഡ് ആയിരുന്നു വേദി. ഓക്കെ, ഉത്തരാഖണ്ഡ് ആയിരുന്നു വേദി. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. പൂർണ്ണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് KS ചിത്രയ്ക്ക്. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്കാണ്. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണനാണ്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരന്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരന്. ഓക്കെ. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴിയല്ലേ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമിൽ എന്തായാലും ചോദിക്കും ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് ഗ്യാനേഷ് കുമാറിനെയാണ്. IVF-ലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 96ാം സ്ഥാനം. 1ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 96, 1ാം സ്ഥാനം
ഡെൻമാർക്ക്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് കൊച്ചിയിലാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. എൻ രാമചന്ദ്രൻ പുരസ്കാരം ഷബാന അസ്മിക്ക്. എൻ രാമചന്ദ്രൻ പുരസ്കാരം കിട്ടിയത് ഷബാന ആസ്മിക്കാണ്. ഓക്കെ. ബാർട്ട് ഡേ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വേവർ. ബെൽജിയം പ്രധാനമന്ത്രി. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹിയിലെ 4ാം വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അവർ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. അതിഷി മാറിയിട്ടാണ് രേഖ ഗുപ്ത വന്നത്. തദ്ദേശ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ആണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മലപ്പുറത്തുള്ള പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ്. വെളിയന്നൂർ, കോട്ടയം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ഗുരുവായൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മലപ്പുറം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ നഗരസഭ. ഇത്രയുമാണ് ഈ മാർച്ചിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.